നടി കനി കുസൃതിയുടെ ജീവിതം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് കാണാറുണ്ട്. തീർത്തും വ്യത്യസ്തമായ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ വളർന്നയാളാണ് കനി കുസൃതി. മാതാപിതാക്കൾ സാമൂഹിക പ്രവർത്തകരായ മൈത്രേയനും ഡോക്ടർ ജയശ്രീയും. കനിക്ക് 18 വയസ്സായതിനു ശേഷം ഇവരുടെ കുടുംബം പിരിച്ചുവിടുകയാണെന്ന് മൈത്രേയൻ പ്രഖ്യാപിക്കുകയായിരുന്നു. അതേസമയം ഇടയ്ക്ക് ഇവർ ഒരുമിച്ച് കൂടാറുമുണ്ട്. അച്ഛനെയും അമ്മയെയും കനി കുസൃതി പേരാണ് വിളിക്കുന്നത്, മൈത്രേയനെന്നും ജയശ്രീ ചേച്ചിയെന്നും. ഇത് പലർക്കും കൗതുകകരമായ ഒരു കാര്യമാണ്. ഇപ്പോഴിതാ തന്റെ സ്വതന്ത്ര ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മൈത്രേയൻ. തനിക്കിപ്പോൾ സ്വന്തമായി മേൽവിലാസമില്ല എന്നും സുഹൃത്തുക്കളെ കാണാൻ പോകുമ്പോൾ അവർക്കൊപ്പം കഴിയുന്നതാണ് തന്റെ പതിവെന്നുമാണ് മൈത്രേയൻ നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഇതേക്കുറിച്ചൊക്കെ വീണ്ടും സംസാരിക്കുകയാണ് ഇദ്ദേഹം. മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയോടാണ് മൈത്രേയന്റെ പ്രതികരണം. പണ്ടത്തെ സ്പിരിച്വൽ അധ്യാപകർ കരുതിയിരുന്നത് മറ്റുള്ളവർ അവരിലേക്ക് വരണമെന്നാണ്. എന്നാൽ പക്ഷേ താൻ നേരെ തിരിച്ചാണെന്നാണ് മൈത്രേയൻ പറയുന്നത്. ആരാണോ ആവശ്യപ്പെടുന്നത് അവരുടെ അടുത്തേക്ക് താനെത്തും. അത് ജനാധിപത്യപരമായ പുതിയൊരു രീതി വികസിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് മൈത്രേയൻ പറയുന്നത്. ആളുകളെ താൻ അന്യരായി കാണുന്നില്ല, സുഹൃത്തുക്കളുടെ അടുത്തേക്കാണ് പോകുന്നതെന്നാണ് താൻ പൊതുവെ പറയാറുള്ളത്. എന്നാൽ പക്ഷേ അവരിൽ പലരെയും തനിക്ക് ഇതുവരെയും പരിചയമുണ്ടാകണമെന്നില്ല എന്നും മൈത്രേയൻ വെളിപ്പെടുത്തുന്നുണ്ട്. തന്റെ സൗഹൃദത്തിൽ കടന്നു വരുന്നവരിൽ 80% പുതിയ ആൾക്കാരാണെന്നാണ് മൈത്രേയൻ കൂട്ടിച്ചേർക്കുന്നത്. ഒരാളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ആ ആളുടെ സൗകര്യത്തിനനുസരിച്ചാണ് താൻ ജീവിക്കാറുള്ളതെന്ന് മൈത്രേയൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു ജീവിതത്തിനിടയിൽ തന്റെ മകൾ കനി വിളിച്ചാൽ ആവശ്യം നോക്കി തന്നെയാണ് താൻ അങ്ങോട്ടേക്ക് പോകുകയെന്ന് മൈത്രേയൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താൻ കമ്മിറ്റ് ചെയ്ത സ്ഥലങ്ങൾ ഒഴിവാക്കി കനിയുടെയോ ജയശ്രീയുടെയോ അടുത്തേക്ക് താൻ പോകാറില്ല എന്നും മൈത്രേയൻ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പക്ഷെ വിളിക്കാതെ പോകുന്നെങ്കിൽ അത് ഒരാളുടെ അടുത്തേക്ക് മാത്രമാണ്, അത് ജയശ്രീ മാത്രമേ ഉള്ളൂ എന്നും മൈത്രേയൻ പറയുന്നു. കനിയുടെ അടുത്തും വിളിച്ചിട്ട് തന്നെയാണ് താൻ പോകാറുള്ളത്. എന്നാൽ പക്ഷേ ജയശ്രീയുടെ അടുത്തേക്ക് വിളിക്കാതെ പോകുന്നതിന് കാരണം നേരത്തെ തങ്ങൾ ഇണകളായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണെന്നാണ് മൈത്രേയൻ ഇതിന് കാരണമായി പറയുന്നത്. വടക്കൻ കേരളത്തിലേക്ക് താൻ പോവുകയാണെങ്കിൽ ജയശ്രീയുടെ അടുത്ത് താൻ പോയിരിക്കും. ആവശ്യമുള്ളിടത്ത് ഇരിക്കുകയാണെങ്കിൽ അനാവശ്യമായ അനുഭവം ഉണ്ടാകില്ല എന്നും, ആവശ്യം കഴിയുന്നു എന്ന് തോന്നുമ്പോൾ അവിടെ നിന്നും പോകുന്നവരാണെങ്കിൽ നല്ല ബന്ധം മാത്രമേ ഉണ്ടാകൂവെന്നാണ് മൈത്രേയൻ പറയുന്നത്. മകൾ കനിയുമായിട്ടുള്ള കൂടിക്കാഴ്ചകളെ പറ്റിയും സംഭാഷണങ്ങളെ പറ്റിയും മൈത്രേയൻ ഈ ഒരു അഭിമുഖത്തിൽ കൂടി സംസാരിക്കുന്നുണ്ട്. കനി പറയുന്നത് താൻ കേൾക്കാറേ ഉള്ളൂ, അതല്ലാതെ അതിലൊന്നും താൻ അഭിപ്രായങ്ങൾ പറയാറില്ല എന്നാണ് മൈത്രേയൻ പറയുന്നത്. അഥവാ ചോദിക്കുകയാണെങ്കിൽ മാത്രം താൻ അതിൽ അഭിപ്രായം പറയുമെന്നാണ് മൈത്രേയൻ പറയുന്നത്. കനി അഭിനയിക്കുന്നത് ഇങ്ങനെയാണോ? ആ സംവിധായകന്റെ കൂടെ പോകാമോ? ഇപ്പോൾ യാത്ര ചെയ്യുന്നത് എവിടേക്കാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തങ്ങൾക്കിടയിൽ ഇല്ല എന്നാണ് മൈത്രേയൻ പറയുന്നത്. കനി അഭിനയിച്ച സിനിമകളെല്ലാം താൻ കണ്ടിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ സിനിമ കാണാൻ അവൾ പറയാറുമില്ല എന്നും മൈത്രേയൻ കൂട്ടിച്ചേർക്കുന്നു. കനി തന്നെ തീരെ വിളിക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ട് അവൾ എവിടെയാണെന്നും എന്താണ് ചെയ്യുന്നതെന്നും ബാക്കിയുള്ളവർ അറിയുന്നത് പോലെ താനും അറിയുന്നുണ്ടെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പ്രത്യേകിച്ച് അതൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. വാട്സപ്പിൽ എവിടെയാണെന്ന് ചോദിച്ചൊരു കുറിപ്പിടി വന്നാൽ അവൾ ഇങ്ങോട്ടേക്ക് വരികയാണെന്ന് തനിക്ക് മനസ്സിലാകുമെന്നാണ് മൈത്രേയൻ പറയുന്നത്. തങ്ങൾ മൂന്നുപേരും തിരക്കുള്ള ആൾക്കാരാണ്. കോർഡിനേറ്റ് ചെയ്യാതെ തങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുകൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന ഇടത്താണെന്ന് പറഞ്ഞിട്ട് മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ കാണാൻ കഴിയാത്ത ഇടത്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. നീ എന്താണ് അങ്ങനെ ചോദിച്ചതെന്ന് പിന്നെ താൻ ചോദിക്കില്ല എന്നും മൈത്രേയൻ കൂട്ടിച്ചേർക്കുന്നു. കനി കുസൃതിയുടെ മുൻകൈയിൽ ജയശ്രീ കാണാൻ കനി പോകാറുണ്ട്. താൻ ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ജയശ്രീ ചേച്ചിയുടെ അടുത്തുണ്ടാകുമെന്ന് തന്നോട് പറയും. താൻ അവിടെ എത്തിയാൽ 3 പേർക്കും കൂടെ കാണാൻ കഴിയും. ഗോവയിലാണ് അവൾ താമസിക്കുന്നതെന്ന് കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. അവിടേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. സമയം കണ്ടെത്തി താനും ജയശ്രീയും അങ്ങോട്ടേക്ക് പോകാറുണ്ടെന്നും മൈത്രേയൻ വ്യക്തമാക്കുന്നു. അതേസമയം കരിയറിനൊപ്പം തന്നെ കനി കുസൃതി എന്ന നടിയുടെ വ്യക്തിജീവിതവും പലപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായി മാറാറുണ്ട്. ആക്ടിവിസ്റ്റ് മൈത്രേയന്റെയും ഡോക്ടർ ജയശ്രീയുടെയും മകളാണ് കനി എന്ന് തന്നെയാണ് ഇവർ വാർത്തകളിൽ ഇത്രയധികം ഇടം പിടിക്കുവാനുള്ള പ്രധാന കാരണങ്ങളും. മൂവരുടെയും ആശയങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട്. തനിക്ക് 18 വയസ്സുള്ളപ്പോൾ മൈത്രേയൻ കുടുംബം പിരിച്ചുവിട്ടതിനെ കുറിച്ച് കനിയും മുൻപ് സംസാരിച്ചിട്ടുണ്ട്. 18 വയസ്സാകുമ്പോൾ നീ പൂർണ്ണ വ്യക്തിയാണെന്ന് മൈത്രേയൻ ചെറിയ പ്രായം തൊട്ട് തന്നെ തന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുവെന്നാണ് കനി പറഞ്ഞിട്ടുള്ളത്. മകൾ തന്നെയാണ്, എന്നാൽ പക്ഷേ ഇപ്പോഴത്തെ പോലെ ആയിരിക്കില്ല അന്നൊക്കെ തന്നോട് പറയുമായിരുന്നുവെന്നും കനി കൂട്ടിച്ചേർത്തു. തനിക്ക് തുണി അയൺ ചെയ്ത് ഉടുപ്പിടാൻ ഇഷ്ടമല്ല എന്നാണ് കനി പറയുന്നത്. മൈത്രേയനും ജയശ്രീ ചേച്ചിയുമാകട്ടെ നീ 18 വയസ്സ് കഴിയുമ്പോൾ ഇഷ്ടമുള്ളതുപോലെ ചുളുകിയിട്ടോളൂ, തങ്ങളുടെ കൂടെ താമസിക്കുമ്പോൾ തങ്ങൾ തേച്ചു തരുന്നത് ഇടണമെന്ന് പറയുമായിരുന്നുവെന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കനി പറഞ്ഞിട്ടുണ്ട്. പൊതുവെ അങ്ങനെ വീട്ടിൽ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ പക്ഷെ ചില കാര്യങ്ങളുണ്ട്.
തനിക്ക് പുറത്തു പോകുമ്പോൾ വീട്ടിലിരുന്ന് ഡ്രസ് ഇടാൻ വളരെ ഇഷ്ടമാണ്. കാലും കൈയും കഴുകി മാത്രമേ ഉറങ്ങാവൂ എന്ന് മൈത്രേയൻ പറയാറുണ്ട്. വളരെ വൃത്തിയുള്ള ആളാണ് മൈത്രേയൻ എന്നാണ് കനി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പക്ഷേ കാലൊന്നും കഴുകാതെ ഉറങ്ങാൻ നമുക്ക് ആഗ്രഹം തോന്നും. ഇതൊക്കെ നീ 18 വയസ്സ് കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എന്ന് അവർ പറയുമായിരുന്നുവെന്നും പിന്നീട് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മൈത്രേയൻ വീട്ടിൽ നിന്നും മാറിപ്പോയിരുന്നുവെന്നും ഹിമാചലിൽ മരം നടാനോ മറ്റോ പോയി എന്നാണ് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ കനി കുസൃതി പറഞ്ഞത്. ജയശ്രീ ചേച്ചിയാകട്ടെ ആന്ധ്രയിൽ എവിടെയോ ജോലിക്ക് പോയി. തങ്ങൾ താമസിച്ചിരുന്ന വാടക വീടില്ല. താൻ ബാംഗ്ലൂരിൽ ഡാൻസ് പഠിക്കുവാനും പോയി. തങ്ങളുടെ വീടില്ല എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. എന്നാൽ പക്ഷേ മൈത്രേയൻ വിളിച്ചാൽ വരും. വലിയ മാറ്റം എന്ന് പറയാവുന്നത് വാടക വീട് ഇല്ലാതായതാണ് എന്നാണ് കുടുംബം പിരിച്ചുവിട്ടതിന് ശേഷം കനി കുസൃതി അന്ന് വെളിപ്പെടുത്തിയത്. ഫിസിക്കലി മിസ്സിംഗ് ഉണ്ടായിരുന്നു തനിക്ക്. അത് എല്ലാ കുട്ടികളെക്കാളും കൂടുതലുണ്ടായിരുന്നു എന്നും കനി വ്യക്തമാക്കി. എന്നാൽ പക്ഷെ വയസ്സൊരു 20, 21 ആയപ്പോൾ ഇങ്ങനെയൊരു സങ്കടമാണോ തനിക്കെന്ന് തോന്നി താൻ അവരോട് ഇതിനെപ്പറ്റി പറഞ്ഞു. എന്നാൽ നമുക്ക് ഒരുമിച്ച് താമസിച്ചാൽ നിനക്ക് സങ്കടമില്ലേ എന്ന് അവർ തിരിച്ചു ചോദിച്ചു. ഒരുമിച്ച് ജീവിച്ചാൽ പല കാര്യങ്ങളിലും തങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് വേണ്ട. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷമം കൊണ്ട് താൻ നടന്നോളാമെന്ന ചിന്തയായി. ഇപ്പോൾ തനിക്ക് ശരിക്കും അറിയാം തനിക്ക് മൈത്രേയനോടും ജയശ്രീ ചേച്ചിയോടും ഒപ്പം ഒരുമിച്ച് കുറച്ചു കാലം നിൽക്കാമെന്നല്ലാതെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കി പൊയ്ക്കോളൂ എന്ന് പറയേണ്ടി വരുമെന്നും കനിയെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരം കാര്യങ്ങളും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചുളുക്കമുള്ള തുണിയിട്ട് നടക്കാമല്ലോ എന്ന ചിന്തയും കാല് കഴുകാതെ ഉറങ്ങാമല്ലോ എന്നൊക്കെയുള്ള ചിന്തയാണ് തന്റെ മനസ്സിലേക്കെന്ന് കുടുംബം പിരിച്ചുവിടുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നപ്പോൾ ഓർത്തതെന്നാണ് നടി പറയുന്നത്. അതല്ലാതെ പ്രസ് മീറ്റ് വിളിച്ചു ചേർത്ത് കുടുംബം പിരിച്ചുവിടുന്ന കാര്യം പറഞ്ഞൊന്നും തന്നെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്നുമാണ് കനി കുസൃതി മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.